ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ കവലകളിലേക്ക് എത്തുമ്പോൾ വാഹനം പതുക്കെ സ്ലോ ആക്കി ആളുകൾക്ക് കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ബസ്സിലേക്ക് ഒന്നെത്തി നോക്കി അവസാനമായി തങ്ങളുടെ പ്രിയ സഖാവിന്, പ്രിയപ്പെട്ട ജനനായകന് ഒന്നവസാനമായി ഒരു നോക്ക് കാണാൻ ഉള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് വിലാപയാത്ര ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഈ ടൗണും സിറ്റിയുടെ ഭാഗങ്ങളും ഒക്കെ പിന്നിട്ട് ഒരുപക്ഷെ ആൾക്കൂട്ടമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ തടിച്ചുകൂടി നിൽക്കാത്ത ഇടങ്ങളിലൊക്കെ കുറെ കൂടി വേഗത്തിൽ പോയി ഒരുപക്ഷെ ഇതിപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നേരത്തെ നിശ്ചയിച്ച ഒരു രീതിയിൽ നിന്ന് കുറേ അധികം സമയം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും കുറെ കൂടി വേഗത്തിൽ പോകാനുള്ള ഒരു നിർദ്ദേശം ഇതിനകം തന്നെ വന്നു കാണണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഷാദ് റാവുത്തർ തുടരുന്നുണ്ട്. നിഷാദ്, ഇതിങ്ങനെ പോയാൽ എല്ലാ പ്ലാനും താളം തെറ്റും, പക്ഷേ വേഗത്തിൽ പോകാനും വയ്യ, അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിലാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനിയെങ്കിലും കുറെ കൂടി സ്പീഡിലാക്കാൻ, വേഗത്തിൽ പോകാനുള്ള ഒരു നിർദ്ദേശം അവിടെ ഉണ്ടാകുന്നുണ്ടോ? അതനുസരിച്ചുള്ള ഒരു പുനഃക്രമീകരണം ഉണ്ടാവുമോ? ഇതിപ്പോ ആളുകൾ കുറവുള്ള സ്ഥലത്ത് വേഗത്തിൽ പോകാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ 5-10 മിനിറ്റ് അതിവേഗത്തിലാണ് വണ്ടി സഞ്ചരിച്ചത്. പക്ഷെ ഇപ്പോൾ ഉള്ള പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ അറിയാവുന്ന സ്ഥലം കാര്യവട്ടത്തിനടുത്ത്, അവിടെയും വലിയ ജനക്കൂട്ടം VS-ന് അന്ത്യോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഒന്ന് സ്ലോ ചെയ്യാതെ നിർത്താതെ പോകാൻ കഴിയില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആൾക്കാർ അവിടെ VS-നെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ എത്ര വേഗത്തിൽ പോകാൻ തീരുമാനിച്ചാലും മുൻപ് തീരുമാനിച്ച പോയിന്റുകൾക്കപ്പുറത്ത് നിന്ന് വലിയ ജനക്കൂട്ടം പല പല സ്ഥലങ്ങളിലായി കാത്തു നിൽക്കുന്നു. പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. അവരെ അറ്റൻഡ് ചെയ്യാതെ അവർക്ക് മുമ്പിലൊന്നും നിർത്താതെ ചവിട്ടാതെ പോകാൻ പറ്റില്ല എന്ന പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ എത്ര വേഗത്തിൽ പോകാൻ തീരുമാനം എടുത്താലും തീരുമാനം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. കാരണം ജനങ്ങൾക്കിടയിലൂടെയാണ് ഈ വാഹനം പോകുന്നത്. VS ജനങ്ങളുടെ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഉപചാരം അർപ്പിക്കാൻ, പൂക്കൾ അറിയാൻ, കൈചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിക്കാനുള്ള അവസരം കൊടുക്കാതെ പോകാൻ കഴിയില്ല. അത് VS-ന്റെ ജനങ്ങളോടുള്ള അനീതിയായിരിക്കും. VS-ന്റെ ജനങ്ങളോട് അതിന്റെ സംഘാടകർ ചെയ്യുന്ന അനീതിയായിരിക്കും. സോ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു സമയം കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. വഴിയോരത്ത് കൂട്ടം കൂടി നിൽക്കുന്നവരുണ്ട്. അതിനൊപ്പം വഴിയിൽ എന്താ പറയാ, നമ്മളൊരു മനുഷ്യത്വങ്ങളെ പോലെ 1-2 പേരൊക്കെ ആയിട്ട് എല്ലായിടത്തും കൂടി നിൽക്കുന്നു. അവർക്കൊന്നും വേണ്ടി ഇപ്പൊ സമയമില്ല, വേഗത്തിൽ പോകാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഇപ്പോ ഒരു 10 കിലോമീറ്ററോളം ഇതിനകം സഞ്ചരിച്ച് കഴിഞ്ഞു കാണും. അവിടെ എല്ലാം ആൾക്കാർ കാത്തു നിൽക്കുന്നു. ഇനി പോകാനുള്ള കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കാനുണ്ട്. അവിടെ എല്ലാം ഉള്ളത് കാത്തിരിക്കുന്നത് വലിയ ജനക്കൂട്ടമായിരിക്കും നിശ്ചയമായും. കൊല്ലം നമുക്കറിയാവുന്ന സ്വഭാവമുള്ള ജില്ലയാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ VS-ന്റെ ജന്മനാടാണ്, VS-ന്റെ കർമ്മഭൂമികയാണ്. 2000 വരെയൊക്കെ ആലപ്പുഴയുടെ ഹീറോയാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം കേരളത്തിന്റെ ആകെ ഒരു നായകനായി മാറുന്നത്. സോ ആലപ്പുഴയിലെ കാഴ്ച വലിയ ജനത്തിന്റെ പാരാവാരത്തിന്റെ മഹാസാഗരത്തിന്റെ കാഴ്ചയായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്ത് നിന്നിട്ടുള്ള മനുഷ്യർ അവര് VS-നെ കാണാൻ വേണ്ടി അവരുടെ സ്ഥലമായി തെരഞ്ഞെടുത്തിരിക്കുന്ന ആലപ്പുഴയാണ്. അപ്പൊ ആലപ്പുഴയിലേക്ക് വലിയ തോതിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടിക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ടാവും. അവിടെ നഗരത്തിൽ പ്രവേശിച്ച് VS-ന്റെ വീട്ടിലെത്തുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് കിടക്കാനുണ്ട്. അപ്പൊ എന്തായാലും ഇത് വിചാരിച്ച സമയത്തെത്തില്ല എന്ന് കാണണം. എല്ലാ വിലാപയാത്രകളുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ് സേഫു. കാരണം അതിന് വലിയ നേതാക്കന്മാർ മരിച്ചു പോകുമ്പോൾ അവസാനത്തെ ഒരു കാഴ്ച കാണാൻ ജനം വഴിയിൽ കാത്തു നിൽക്കും. അവരെ തിരസ്കരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. ഒരു തീരുമാനവും ഒരു ഷെഡ്യൂളും ഒക്കെ പ്രഖ്യാപിക്കുമെങ്കിലും അത് മറികടന്നു പോയ ചരിത്രമേ ഉള്ളൂ കേരളത്തിന്. അത് EMS-ന്റെയും EK നായരുടെയും ഉമ്മൻചാണ്ടിയുടെയും KK കരുണാകരന്റെയും ഒക്കെ വിലാപയാത്ര നമുക്ക് ഓർമ്മയുണ്ട്. അതൊന്നും സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമയത്ത് പൂർത്തീകരിക്കാതിരിക്കുക എന്നാണ് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ അനുഭവം, അല്ലെ? വലിയൊരു നേട്ടം. സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കളുടെ വിജയം എന്ന് കാണാം. ആൾക്കൂട്ടമില്ലാത്ത ഭാഗങ്ങളിൽ ഇപ്പോൾ കുറച്ചധികം വേഗതയിൽ പോയി ഈ ടൈം ഷെഡ്യൂൾ കുറച്ചെങ്കിലും പാലിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കും എന്നതറിയില്ല. എന്തായാലും ഇപ്പോഴും കഴക്കൂട്ടം പിന്നിട്ടതേ ഉള്ളൂ. 10 കിലോമീറ്റർ കഴിയുന്നതേ ഉള്ളൂ. 5-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 5 മണിക്കൂർ എടുത്തു ഈ 10 കിലോമീറ്റർ പിന്നിടാൻ എന്നുള്ളതാണ് കാര്യം. അത് സ്വാഭാവികമാണ്. തിരുവനന്തപുരമാണ്, ടൗണാണ്. കഴക്കൂട്ടം എത്തുന്നതുവരെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ കൂട്ടം കൂടി നിൽപ്പായിരുന്നു. ആളുകൾക്കിടയിലെ വേഗത്തിൽ പോകാൻ കഴിയില്ല.
സ്വാഭാവികമാണ്. അങ്ങനെ എടുത്ത സമയമാണ്. ഒരു പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറെ കൂടി വേഗത്തിൽ പോകാൻ കഴിയണം. പക്ഷേ കൊല്ലത്തേക്കാണ് ഇനി കടക്കാനുള്ളത്. കൊല്ലം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോട്ടയാണ്. CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും. ദേശീയപാത കടന്നു പോകുന്ന ഇടങ്ങളൊക്കെ CPM-ന്, പാർട്ടിക്ക് വലിയ സംവിധാനങ്ങളുള്ള, വലിയ ശക്തിയുള്ള മേഖലകളാണ്. അവിടെയൊന്നും അങ്ങനെ വേഗത്തിൽ പോകാൻ കഴിയില്ല. വേഗത്തിൽ യാത്ര പറഞ്ഞു പോകാൻ VS-നും കഴിയില്ല. കാരണം VS-നെ അത്രമേൽ സ്നേഹിച്ച ആളുകളുള്ള കൊല്ലത്ത് ഇതേപോലെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട അതേ രീതിയിൽ അത്ര വേഗത്തിൽ തന്നെ ഈ വിലാപയാത്രക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കുറച്ചധികം സമയം കൊല്ലത്തും കാണണം. അപ്പോൾ വിചാരിച്ച സമയം പോയിട്ടൊരു പക്ഷേ ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് വെളുപ്പിനെങ്കിലും ആലപ്പുഴയിലെത്താൻ കഴിയുമോ എന്നതാണ് പ്രശ്നം. പലയിടങ്ങളിലും നാഷണൽ ഹൈവേയുടെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അത് നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരം കഴിഞ്ഞാൽ കൊല്ലത്ത് ഒക്കെ കടന്നാൽ ദേശീയപാതയുടെ പല മേഖലകളിലും ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ പോവുക എന്നുള്ളത് പോസിബിളായ ഒരു കാര്യമല്ല. അതുകൊണ്ട് മുൻനിശ്ചയിച്ച പ്രകാരം ഇന്ന് രാത്രിയോടുകൂടി ആലപ്പുഴയിൽ ചെല്ലുക എന്നുള്ളത് ഒരു തരത്തിലും നടക്കാത്തൊരു കാര്യമാണ്. പിന്നെ എപ്പോൾ ചെല്ലും എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നൽകാൻ കഴിയില്ല. കാരണം ആ വാഹനത്തിനകത്തുള്ളത് VS അച്യുതാനന്ദൻ്റെ മൃതദേഹമാണ്. അവസാനമായി ആളുകളോട് യാത്ര ചോദിക്കുന്ന വിലാപയാത്രയാണ്. VS ആണ്. ജനങ്ങളുടെ മനസ്സിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിയ രണ്ടക്ഷരമാണ്. ഇനി വഴിയോരങ്ങളിലൂടെ, ഇനി ഈ ദേശീയപാതയിലൂടെ ഒരിക്കൽ കൂടി VS വരില്ല എന്ന യാഥാർത്ഥ്യം ആ വഴിയോരങ്ങളിലൊക്കെയുള്ള, ആ പാതയോരങ്ങളിലൊക്കെയുള്ള മനുഷ്യർക്കറിയാം. അവരൊക്കെ ഇറങ്ങി നിൽപ്പാണ്. നേരത്തെ ഒരു അമ്മയൊക്കെ പറയുന്നത് കേട്ടു, 10 മണിക്കൂറായി ഞങ്ങളിവിടെ കാത്തു നിൽക്കുന്നു പ്രിയപ്പെട്ട നായകനെ ഒന്ന് കാണാൻ, പ്രിയപ്പെട്ട നേതാവിനെ ഒന്ന് കാണാൻ 10 മണിക്കൂറായി കാത്തു നിൽക്കുന്നു, ഇനിയും വേണമെങ്കിൽ കാത്തു നിൽക്കുമെന്ന് നേരത്തെ കഴക്കൂട്ടെന്ന് ലിജോയോടൊക്കെ ഒരു അമ്മ പറയുന്നത് കേൾക്കും. അങ്ങനെ പലതരം മനുഷ്യർ, വൃദ്ധന്മാരായ ആളുകൾ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യർ VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ പാതയോരങ്ങളിൽ കാത്തുപാർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മന്ത്രിമാരടക്കം CPM-ൻ്റെ നേതാക്കളടക്കം ഇപ്പോഴും VS-നൊപ്പം ആ വാഹനത്തിനകത്തുണ്ട്. മന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാരും ഇപ്പോഴും പുതിയ തലമുറയിലും പഴയ തലമുറയിലും ഒക്കെ പെട്ട ആളുകൾ വെട്ടിച്ചുരുട്ടി റെഡ് സല്യൂട്ട് പറയുന്നത് ഇപ്പോഴും കാണാം. പക്ഷേ ഇന്നലെ മരിച്ചത് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഇൻകിലാബ് വിളികളും കണ്ണേ കരളെ വിളികളും ആ മുദ്രാവാക്യങ്ങളുമൊക്കെ ഇന്നലെ മരിച്ചത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. അതിപ്പോഴും നിലക്കാതെ മുഴങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ദർബാർ ഹാളിൽ നമ്മളത് കണ്ടു. ദർബാർ ഹാളിന് പുറത്തേക്ക് ഈ ഭൗതികദേഹം ഇറക്കിയത് മുതൽ, ആ വിലാപയാത്ര തുടങ്ങിയത് മുതൽ ഇതാ 10 കിലോമീറ്റർ പിന്നിടുമ്പോഴുമൊക്കെ ആ മുദ്രാവാക്യവും ആ അലയൊലികളും അങ്ങനെ തന്നെ ഒരു ഇടതടവില്ലാതെ, ഒരു തടസ്സങ്ങളേതുമില്ലാതെ അന്തരീക്ഷത്തിൽ മുഴങ്ങി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. VS ആരായിരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം.